മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങൾ. കൺസൾട്ടന്റ് സൈക്കോതെറാപ്പിസ്റ്റ് സിന്ധു നന്ദകുമാർ സംസാരിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു നല്ല മാനസികാരോഗ്യത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് ഒരു നല്ല മാനസികാരോഗ്യം എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അത് ഒരിക്കലും ഒരു മാനസിക രോഗം ഇല്ലാതിരിക്കുന്ന അവസ്ഥ മാത്രമല്ല, നമ്മളുടെ ഇമോഷൻസ് നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുക, നമ്മൾ സമൂഹവുമായി നന്നായി പോവുക, നമ്മളുടെ ഓരോ തീരുമാനങ്ങളും നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുക, നമുക്ക് മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ളൊരു ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുക, നമ്മളുടെ ജോലികളെല്ലാം നാം വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് സമയത്ത് പൂർത്തീകരിക്കാൻ പറ്റുക. ഇതെല്ലാം സംഭവിക്കുമ്പോഴാണ് ഒരു നല്ല മാനസികാരോഗ്യം നമുക്ക് നിലനിർത്താൻ പറ്റുക. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് വളരെയധികം വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെ ഒരു 100 കണക്കിന് ജോലികളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് തുടങ്ങുക. അങ്ങനെ നമുക്ക് പറ്റാവുന്നതിനെക്കാട്ടിലും അപ്പുറത്തേക്ക് നമ്മൾ സ്വയം ഒരു പ്രഷർ കൊടുക്കുമ്പോൾ നമുക്ക് ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരുന്ന രോഗാവസ്ഥകളാണ് ആങ്സൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ് എന്നൊക്കെ പറയുന്നത്. ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ജിജ്ഞാസ, ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വിഷാദരോഗം, സ്ട്രെസ്സ് എല്ലാവർക്കും അറിയാം. പിന്നെ എപ്പോഴാണ് ഇതെല്ലാം ഒരു രോഗാവസ്ഥയിലേക്ക് എത്തുന്നത്? തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മുടെ ദൈനംദിനം ജീവിതത്തിന് ബാധിക്കുന്നത്. അപ്പോൾ അതൊരു മാനസിക രോഗാവസ്ഥയിലേക്ക് പോകുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് എന്താണ് പറ്റുക? ഈ ജിജ്ഞാസ കൂടുമ്പോൾ, അല്ലെങ്കിൽ വിഷാദം കൂടുമ്പോൾ, സ്ട്രെസ്സ് കൂടുമ്പോൾ നമുക്ക് എന്താണ് പറ്റുക? നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ കഴിവിൻ്റെ പരമാവധിയായി ചെയ്യാൻ കഴിയാതെ വരും. നമ്മൾക്ക് ഉറക്കം നഷ്ടപ്പെടും, മറ്റുള്ളവരുമായി ചേർന്ന് പോകാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിന്നെല്ലാം വിട്ടുമാറി നിൽക്കാനും ഒറ്റപ്പെട്ടൊരു ജീവിതം നയിക്കാനും ഇതെല്ലാം കാരണമാകുന്നു. ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരിക? അതിന് നമുക്ക് പല വഴികളുണ്ട്. ആദ്യമായി നമ്മൾ സ്വയം തിരിച്ചറിയുക. കാരണം ഇതൊന്നും ഒരു രോഗമല്ല, നമ്മളുടെ ഇമോഷൻസിൻ്റെ കൂടുതലായി വരുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ അതിനെ ഒരു രോഗാവസ്ഥയിലേക്ക് സ്വയം വിചാരിക്കാതിരിക്കുക. ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്ത് മാറ്റം വന്നപ്പോഴാണ് ഇത് നമ്മളെ എഫക്റ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കുക. ആ മാറ്റം നമ്മളൊന്ന് റിവേഴ്സ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നിങ്ങൾ കൂടുതലായി നിങ്ങളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓവർ ടൈം വർക്ക് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേണ്ടാത്ത ശീലങ്ങളായ പുകവലി, മദ്യപാനം, ഡ്രഗ്സ് ഇങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇനി അതല്ല നിങ്ങൾക്ക് ചേരാത്ത ഏതെങ്കിലും ഒരു ബന്ധത്തിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുമാറി നിൽക്കാൻ നോക്കുക. ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് ഒരിക്കലും ജോലി വിട്ടു പോകാൻ പറ്റൂല. പക്ഷെ നമ്മൾ ഒരു വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുവരാം. നമ്മുടെ ജോലി സമയം കഴിഞ്ഞ് കുറച്ച് സമയം നമുക്ക് നമ്മളുടെ മാനസികാരോഗ്യത്തിന് വേണ്ടി മാറ്റിവെക്കാം. ഒന്ന് നടക്കാൻ പോവുക, അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളുമായിട്ടൊന്ന് പുറത്തു പോവുക, മെഡിറ്റേഷൻ ചെയ്യാം, നമുക്ക് യോഗ ചെയ്യാം. ഇനി ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മളുടെ ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ, പെയിൻറ്റിങ് ആവാം, എഴുത്താവാം, ഡാൻസിങ് ആവാം, എന്താണെങ്കിലും നമ്മളുടെ ഇഷ്ടങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കുക. രണ്ടാമതായി, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാനും ആവശ്യത്തിൽ വെള്ളം കുടിക്കാനും എക്സസൈസ് ചെയ്യാനും ഉറങ്ങാനും നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളുടെ ശരീരത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളുടെ ഒരു ദിവസത്തിൽ ശരീരത്തിൽ വരുന്ന ഏജിങ് പ്രോസസ്സ് നമ്മൾ ഉറങ്ങുമ്പോഴാണ് അത് തിരിച്ച് റിവേഴ്സ് ചെയ്യുന്നത്. നമ്മളെല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ് നമ്മൾ എപ്പോഴും യൗവനം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്, അല്ലേ? യൗവനം കാത്തു സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായി ചെയ്യേണ്ട ഒരു കാര്യം നന്നായി ഉറങ്ങുക എന്നുള്ളതാണ്. പിന്നെ അനാവശ്യമായ ടെൻഷൻസും സ്ട്രെസ്സും എടുക്കാതിരിക്കുക. നമ്മളുടെ അടുത്തേക്ക് എത്തുന്ന സ്ട്രെസ്സ് അതെന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റുകയാണെങ്കിൽ മാറി നിൽക്കുക. ഇനി മാറാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ബ്രീത്തിങ് എക്സസൈസിലൂടെ ഒരു ലിമിറ്റ് വരെ നമുക്ക് സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഭയങ്കര നെഗറ്റീവായിട്ടൊരു ഇമോഷൻ വരുമോ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് ബിൽഡപ്പ് ചെയ്യുകയാണെങ്കിൽ ആ മൊമെൻറ്റിൽ തന്നെ നല്ലതായി ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കണം. ഒരു 5 എണ്ണുന്നത് വരെ ആ ശ്വാസം പിടിച്ചു വെച്ചിട്ട് പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഇങ്ങനെ നമ്മളൊരു 3 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരുന്ന സ്ട്രെസ്സ് ഒരു 80% കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന അവസരത്തിൽ അടുത്ത 1 മണിക്കൂറത്തേക്ക് നമുക്ക് തിരിച്ച് ആ ലെവലിലേക്ക്, ആ നെഗറ്റീവ് ഇമോഷനിലോട്ടോ സ്ട്രെസ്സിലോട്ടോ നമ്മൾ ഒരിക്കലും എത്തൂല.
ഇത് സയൻറ്റിഫിക്കലി പ്രൂവ് ആയിട്ടുള്ളൊരു കാര്യവും കൂടിയാണ്. എത്രയോ അധികം മനുഷ്യരിൽ ഇത് ട്രൈ ചെയ്ത് അത് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴെങ്കിലും നമ്മൾക്ക് പ്രതീക്ഷിക്കാതെ ഒരു സ്ട്രെസ്സ് ഒരളവിലധികം വരികയാണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും അത് ബാലൻസ് ചെയ്യാൻ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യണം. ഇന്നത്തെ ലോകത്ത് പല ആൾക്കാർക്കുമുള്ളൊരു ധാരണയാണ്, നമ്മൾ ഓരോ സിറ്റുവേഷനിൽ പോയി പെടുമ്പോൾ അതിനെപ്പറ്റി സംസാരിക്കരുത്, അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ ഒരു ബലഹീനതയാണ്, എന്നെപ്പറ്റി സമൂഹം മറ്റൊരു തരത്തിലാണ് കാണുക എന്നൊക്കെ. നമ്മുടെ ഒരു കയ്യോ കാലോ മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായും ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് കാണിക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ശരീരത്തിനെക്കാട്ടിലും എത്രയോ അധികം ശക്തിയുള്ള നമ്മുടെ മനസ്സിന് ഒരു ചെറിയ മുറിവേറ്റാൽ എന്തുകൊണ്ട് നമ്മൾ അതിനെ പരിഗണന കൊടുക്കുന്നില്ല? നമ്മൾ പല സമയങ്ങളിലും വളരെ വീക്കായിട്ട് നമ്മൾക്ക് തീരെ താല്പര്യമില്ലാതിരിക്കുന്ന സമയത്ത് നമ്മളുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചാടി എണീറ്റ് ഭയങ്കര ഉന്മേഷത്തോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് തന്നെ അത്ഭുതം തോന്നും, എവിടെ നിന്നാണ് ഇത്രയും തളർന്നിരുന്ന ശരീരത്തിൽ ഇങ്ങനെ ഒരു ആരോഗ്യം കിട്ടിയെന്ന്. തീർച്ചയായും അത് ഒരു മനസ്സിൻ്റെ ശക്തിയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാർക്ക് പ്രത്യേകിച്ചും ഇതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര വയ്യാതിരിക്കുമ്പോഴും കുഞ്ഞിന് വയ്യാന്ന് പറഞ്ഞാൽ ഏത് പാതിരാത്രിയും എണീറ്റ് കുട്ടികളെ പരിപാലിക്കും. അച്ഛന്മാരും ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടം വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യമോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടോ ഒന്നും നോക്കാതെ നമ്മൾ അതിന് പ്രതികരിക്കും. അപ്പോൾ അതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ധൈര്യമാണ്. നമ്മുടെ ശരീരത്തിനെ എത്രയോ മടങ്ങ് ശക്തമാക്കാൻ കഴിവുള്ള ഒരു കാര്യമാണ് നമ്മുടെ മനസ്സ്. അതുകൊണ്ട് തന്നെ മാനസികാരോഗ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരിക്കലും നമ്മൾ ലൈറ്റായിട്ട് എടുത്ത് അതിനെ കളയാൻ പാടില്ല. നമ്മുടെ മാനസികാരോഗ്യം നമ്മുടെ കയ്യിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ അത് തീർച്ചയായും പാലിച്ചു പോകണം. ഇത് പറയുന്ന കൂട്ടത്തിൽ എന്താണ് ഈ കൗൺസിലിംഗ് സർവീസിനും കൂടെ നിർബന്ധമായി നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. പല ആൾക്കാർക്കും ഒരു ധാരണയുണ്ട്, അതായത് ഒരു കൗൺസിലറിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അവരെങ്ങനെ നമ്മളെ വിലയിരുത്തും, സമൂഹം എങ്ങനെ എന്നെ വിലയിരുത്തും എന്നൊക്കെ. പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല, അത് കേട്ട് നിങ്ങളെ ഉപദേശിക്കാനും പോകുന്നില്ല. പിന്നെ എന്താണ് ഒരു കൗൺസിലിംഗ് സെഷനിൽ അവർ ചെയ്യുക? ഒരു കൗൺസിലിംഗ് സെഷനിൽ നമ്മുടെ ഒരു പ്രശ്നമായി നമ്മളൊരു സൈക്കോളജിസ്റ്റിനടുത്തോ സൈക്കാട്രിസ്റ്റിനടുത്തോ സൈക്കോ തെറാപ്പിസ്റ്റിനടുത്തോ പോയി കഴിഞ്ഞാൽ അവരാദ്യം എന്താണ് സിറ്റുവേഷൻ എന്ന് അതിനെ അനലൈസ് ചെയ്ത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒച്ചത്തിൽ ഒരാളോട് കൂടുതൽ സംസാരിക്കുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള പല കാര്യങ്ങളും തിരിച്ചറിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ അവിടെ തീരുന്നു. ഇനിയിപ്പോൾ അതിലും തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കതെങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ളത് സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞു തരുന്ന ആൾക്കാരാണ് ഏതൊരു മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ടറും. പിന്നെ നിങ്ങൾ പോകുന്ന ആൾക്കാർ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആണോ എന്നുള്ളത് നിർബന്ധമായും നിങ്ങൾ അന്വേഷിച്ചിട്ട് വേണം പോകാൻ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ തീർച്ചയായും മടിക്കാതെ സഹായം എടുക്കുക തന്നെ ചെയ്യണം. അതുകൊണ്ട് ഓർക്കുക, നിങ്ങളുടെ ശാരീരിക ആരോഗ്യം പോലെ തന്നെ മാനസിക ആരോഗ്യവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ആരോഗ്യം മാനസികമായാലും ശാരീരികമായാലും നമ്മുടെ കൈകളിലാണ്. മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങൾ. കൺസൾട്ടന്റ് സൈക്കോതെറാപ്പിസ്റ്റ് സിന്ധു നന്ദകുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. Shaka